സൗദി യുദ്ധം ഉണ്ടായിട്ട് വലിയ അടിയൊന്നും അമ്മർക്ക് വലിയ എത്തുന്നു. അത് ഇപ്പോഴുള്ളതാണോ? ഇപ്പൊ നടന്നത് ഇപ്പൊ നടന്ന പിന്നെ മറ്റേ ഇതിന്റെ ചെക്ക് പോസ്റ്റിന്റെ ഇതിലോട്ട് അല്ല അവിടെ നല്ല യുദ്ധമായിരുന്നു. അല്ല, പക്ഷെ അവിടെ കണ്ടില്ല. ഇല്ല. അയ്യോ, അത് വെച്ചാ ഇവര് സൗദിയില് ഒരു മിസൈൽ വന്ന് ഇവരുടെ ബാൽക്കണിയിൽ വീഴുന്ന കേട്ടാ. ഒരു മിസൈലിന്റെ എന്തോ ഭാഗം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ബാൽക്കണി പൊട്ടിയില്ല, മിസൈൽ പൊട്ടിയില്ല സംഭവം. ബാൽക്കണിയാണ്. ഇപ്പൊ ഇത് ചൂടല്ലേ, പുക വന്നോണ്ടിരിക്കുന്നു. ഒരു മലയാളി ആണെങ്കിൽ ഒരു കമ്പിട്ട് കിണ്ണണ്, ഒരു ബംഗാളി ആണെങ്കിൽ വെള്ളം ഒഴിച്ചോണ്ട്. എനിക്കറിയണ ആണെന്തോണ്. ഒരു മലയാളി ഇരുന്ന് കിണ്ണണ്, അത് ഇവന്മാര് മലയാളത്തിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. മറ്റേ ബംഗാളികള് അമ്മമാരുടെ ഇതിൽ എന്തോ സംസാരിക്കും. ഇവന്മാര് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നത്, മലയാളികളെ കിണ്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് വന്നിട്ട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നില്ല. കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേതുപോലെ ആരും നമ്മളും വലുതായിട്ടൊന്നും അറിയുന്നില്ലല്ലോ. ഈ ന്യൂസിലൂടെ റീൽസിലൂടെ ഒക്കെ കാണാതൊക്കെയാണ് നമ്മൾ അറിയുന്നത്. നമ്മള് വലിയ റിലേറ്റീവ്സ് ഒന്നും അങ്ങോട്ട് ഇല്ലാത്ത നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വന്നതെല്ലാം നല്ലതിന്, കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി വരാൻ പോകുന്നതും നല്ലതിന്. അങ്ങനെ ആയിക്കോട്ടെ. അത് നമ്മള് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ അതിന് മുമ്പ് ഞാൻ തുടങ്ങിയ കാര്യം പറഞ്ഞുതരാം. തുടങ്ങിയ കാര്യം ഇവനെ എന്തുകൊണ്ട് ഞാൻ എടുത്ത് ക്യാമറ ഫ്രണ്ടിൽ ഇട്ടെന്നുള്ളൊരു കാര്യം. ഒരു ദിവസമാണെങ്കിൽ നമ്മള് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരു സീരീസ് സ്റ്റാർട്ടിങ് ചെയ്യാന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. ഗുഡ് ബാഡ് മൗഗ്ലി എന്ന് പറഞ്ഞത്. അതായത് ട്രിവാൻഡ്രത്തിന്റെ ഗുഡ് സൈഡും ബാഡ് സൈഡും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴും ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് ഷൂട്ടിങ് എവിടെ ചെയ്യാന്നുള്ളൊരു സീനിൽ ഇങ്ങനെ നിന്ന സമയത്ത് നമുക്ക് വന്നൊരു പ്ലാനാണ്, വൈ നോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ളൊരു ഇത്. അപ്പൊ നമുക്ക് മറ്റേ അതിന്റെ അകത്ത് കൊണ്ട് ഷൂട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ചിലപ്പോൾ ടേക്സ് കുറെ പോകും. അപ്പൊ ഞങ്ങള് തൊട്ട് ഓപ്പോസിറ്റ് മഹാ ചിപ്സിന്റെ ഒക്കെ പഴയ കട ഇരുന്നതിന്റെ അവിടെ കുളത്തിന്റെ സൈഡിലായിട്ട് ഒരു സ്പേസ് കിട്ടി. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മള് രാവിലെ പോയെന്നാണ്, നല്ല രാവിലെ പോയി തിരക്ക് കൂർണ ഈസ്റ്റോട്ടും കൂടെ നല്ല തിരക്കില്ല. അപ്പം തിരക്ക് കൂർണ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകാന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴും നമ്മള് അവിടെ ഷൂട്ട് ചെയ്യണം. അപ്പൊ നമ്മളതിന് ഒരു ഞായറാഴ്ച എന്തോ പോയെന്ന് തോന്നുന്നു, ഞായറോ ശനിയോ എന്തോന്ന് അവിടെ പോയത്. അപ്പൊ ഞാൻ അതിനൊരു 2 ദിവസം മുമ്പ് അല്ല, നിനക്ക് കോളേജ് അവധി ഉണ്ടാവുന്ന ഒരു ദിവസം നമ്മള് പോയത്. അപ്പോഴ് അതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതൊക്കെ കാണാതെ പഠിക്കൊക്കെ ഫുള്ള് ഇങ്ങനെ. എനിക്കാണെങ്കിൽ കാണാതെ പഠിക്കണ പരിപാടിയെ ഇഷ്ടമില്ല. സ്ക്രിപ്റ്റ് എഴുതുന്നു, കാണാതെ പഠിക്കുന്നു, പരിപാടി ഇല്ല. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന്റെ പരിപാടി എന്തോ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മളവിടെ ചെല്ലുന്നു, ക്യാമറ എടുക്കുന്നു, സെറ്റ് ചെയ്യുന്നു. അതായത് മൈക്ക് അവിടെ റിസീവർ ഉണ്ട്. ഞാനാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് ചോദിച്ചത് ഓക്കെ എന്ന് പറഞ്ഞ് ഇരുന്ന് ഞാൻ കോര പ്രശ്നമാവും. ഞാനാണെങ്കിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നെ നോക്കിക്കൊണ്ട്, എനിക്കാണെങ്കിൽ ഒരുമാതിരി ക്രിഞ്ച് അടിച്ച് ഞാൻ ഒരുമാതിരി ഇപ്പൊ ആൾക്കാരെന്നെ നോക്കിയപ്പോ ഞാനെങ്കിൽ ഇന്ന് കോര പ്രസംഗിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവസാനം ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഇറങ്ങാന്നുള്ളൊരു ഇതിൽ നിന്നപ്പം ഒരു സായിപ്പിനെ 2 മദാമേനെ കണ്ട് ഞങ്ങള് അപ്പൊ ഞാൻ ഓക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷത്തില് ഞാൻ ഇങ്ങനെ ചെന്ന് സാഹിബിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ സാഹിബിന്റെ അടുത്ത് ഞാൻ ചൊറിയാണ് സത്യം പറഞ്ഞ സാഹിബിനെ. ഇവ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടുണ്ട്, ഞാനാണെങ്കിൽ സാഹിബിനെ ചൊറിയാണ്. അപ്പൊ ചൊറിഞ്ഞ സാഹിബിന് കാര്യമൊക്കെ എത്തി, സാഹിബിനെ ഓട്ടിച്ചിട്ടോട്ടെ എന്തോ പറഞ്ഞ് ഓട്ടിച്ചിട്ട് എന്റെ മൈക്കുള്ളതുകൊണ്ട് ഞാൻ കിട്ടിയ എന്റെ അടുത്ത് കിട്ടി എല്ലാം തെറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വേറെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യണത് ഞാൻ എന്റെ കയ്യിൽ വെച്ച് തന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്യണത്. ഓക്കെ, ഞങ്ങൾ അന്ന് എന്തോ ഇതിൽ പോയതാ, അപ്പം ലുലു മാളിൽ പോയതാ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ലുലു മാളിന്റെ വീഡിയോ ഇട്ടത്. വെച്ച് ഞാൻ അടുത്തത് ഈ സീരീസ് സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഇൻട്രോ വേണമെന്നുള്ളൊരു സ്കീമിൽ ഞാൻ ഇങ്ങനെ ഇൻട്രോ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഇൻട്രോ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ലാഗ് അടിപ്പിക്കണ്ട, അങ്ങ് ഇടാം എന്നുള്ള ഇത്. ശരി, ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധനം എടുത്തിട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കണ്, സൗണ്ട് ഇല്ല. ഞാൻ ഇതെന്ത് സൗണ്ട് ഇല്ല. അപ്പൊ ഞാൻ വെച്ചത് ഹെഡ്ഫോൺ അടിച്ചോയാ എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും വെച്ചിട്ട് സൗണ്ട് ഇല്ല. ഓക്കെ, ഞാൻ ഹെഡ്ഫോൺ മാറ്റിയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഹെഡ്ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് എടുത്ത് നോക്കണ സൗണ്ട് ഇല്ല. എനിക്കൊരു ദേഷ്യം വന്ന്
കൈയൊക്കെ തരിച്ച് കാലൊക്കെ പെരുത്ത് ഇത് എന്തൊരു ചെയ്യണമെന്ന് അറിയൂടാ. എന്നിട്ടാണ് ഞാൻ ഇവനെ ഫോൺ വിളിക്കണത്. ഫോൺ എടുക്കണല്ല എന്തൊരു ഇവൻ വേറെ എവിടെയായിരുന്നു. ഇപ്പൊ ഫോൺ എടുക്കണല്ല. ഞാനാണെങ്കിൽ വിളിക്കണം ഒരു 5, 10, 15 തവണ ഇരുന്ന് വിളിക്കണം. വിളിച്ച് എനിക്കാണെങ്കിൽ ഫുൾ ദേഷ്യം. അതിന്റെ ഇടയ്ക്കൂടെ ഫോൺ എടുക്കാത്തതിന്റെ ദേഷ്യം. എനിക്കാണെങ്കിൽ ഇങ്ങനൊരു സാധനം കയറി മൊത്തം തലയും പെരുത്ത് അറ്റ നിൽക്കുകയാണ് ഞാൻ. ഫോൺ എടുക്കണല്ല. ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ക്ലാസ് വിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വിട്ടിട്ട് ഞാനാണെങ്കിൽ വേറെ എവിടെ പോയി. ഞാൻ വേറെ എവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഒരു 5:30, 6 മണി സംതിങ്. അപ്പൊ ഞങ്ങള് താഴെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവും. അപ്പൊ ഞാൻ അതിന് മുമ്പ് ഇവനെ വിളിക്കുകയാണ്. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് തീർക്കാന്നുള്ള രീതിയിൽ നീ വിളിക്കണേ ഫോൺ എടുക്കണല്ല. വീട്ടിൽ ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ടിട്ടിട്ട് നേരെ വെളിയിൽ വന്ന് നിന്ന്. ഞാൻ അവസാനം എന്ത് ചെയ്ത് അവനെന്തിനെ വിളിച്ചിട്ട് അവനെന്താ എവിടാ താഴേക്കണ ഇവൻ കൂടെ ഉണ്ടാന്ന് ചോദിച്ചു. അവന് കവാലം പൊളക്കൻ ഒരെണ്ണം കൊടുത്ത. അവരെന്ത് എന്തെടാ കാര്യം? ഞാൻ ഇതേപോലെ കാര്യം പറഞ്ഞു വീഡിയോ എടുത്ത്. എന്നുവെച്ചാ ഞാനാണെങ്കിൽ 2 ദിവസം സ്ക്രിപ്റ്റ് ചെയ്ത് കോര പ്രസംഗിച്ച് 2 ദിവസം ഒന്ന് കാണാതെ പഠിച്ച് സായിപ്പിനെ ചൊറിഞ്ഞ് സായിപ്പിനെ അവിടെ നിന്ന് ഓട്ടിച്ച് അയ്യോ എല്ലാം കേട്ടില്ല. 1.5 മണിക്കൂറത്തെ വീഡിയോ ഉണ്ട്. 1.5 മണിക്കൂർ വീഡിയോയില് ഒരിടത്തും ഒരു ഓഡിയോ ഇല്ല. ഓക്കെ ബാക്കി എല്ലായിടത്തും പോയിട്ട് ആ സായിപ്പിനെ ചൊറിഞ്ഞെടുത്തെങ്കിലും ഓഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ദിവസം വീണ്ടും പോയി ഷൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഷൂട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഞാനാണെങ്കിൽ എന്തൊരു ചെയ്യണമെന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സീരിയസ് ചെയ്യേണ്ട മൂഡ് അങ്ങ് പോയി. എന്നിട്ട് ഞാൻ ചെന്നു. അന്ന് അവിടെ താഴെ ചെന്ന് എന്തൊക്കെ വിളിച്ചു വാരി പറഞ്ഞു. എന്നിട്ട് ഇവന് കാര്യം മനസ്സിലാവണല്ലോ കേട്ടാ. എന്നിട്ട് ഇവൻ അറിഞ്ഞില്ല, ഇവൻ ഈ സംഭവം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്തൊരു എടാ നിനക്ക് എന്ത് ഇടന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് തുടങ്ങി വഴക്കെന്ന് വെച്ചാൽ അങ്ങ് ഒറ്റ വഴക്കായി ഞാൻ. എന്നിട്ട് ഇവൻ ലാസ്റ്റാണ് കാര്യം ചോദിക്കണം എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നീ എടുത്തിരുന്ന വീഡിയോയിൽ ഇത് നീ എന്തിനു ചെയ്യുന്ന പറഞ്ഞപ്പോ ഡബ് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു ഇവര് അപ്പൂപ്പനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കോ സായിപ്പിന്? ഇപ്പൊ എടുത്തടിക്ക് ഞാൻ പറ്റല്ലോ. സായിപ്പിന് ഡബ് ചെയ്യാന്ന് ഒരുത്ത അത് വേറെ അടുത്ത് വായിട്ട് പറഞ്ഞാൽ മതി. സായിപ്പായിക്കോളൂ. വേറെ വല്ലതും എടുത്ത് ഇടുമ്പോ ആയത് എന്ന് എനിക്കാണെങ്കിൽ അന്ന് ദേഷ്യം. ഞാൻ അന്ന് പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ട് ഇട്ടതാ. ഞാൻ പറഞ്ഞു നീ ഇനി ക്യാമറ എടുക്കണ്ട, എനിക്ക് മതിയായി, ഇനി വേറൊരു ഷൂട്ട് ഇതേപോലെ കൊളമൊക്കെ എനിക്ക് വയ്യ. ഞാൻ അവസാനം പിന്നെ ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആ ക്യാമറ നോക്കിയിട്ടുള്ളത്. എനിക്ക് ഇനി അങ്ങനെ ഒരു സംഭവം നടക്കാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കളഞ്ഞു. നീ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാ മതി. ക്യാമറ ഫ്രണ്ടിലും ഒക്കെയാണ് കോംബോ വർക്കൗട്ട് ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്റെ വലിയ കോംബോ വർക്കൗട്ട്. ഞാൻ എന്തൊരു ചിന്തിക്കണേന്ന് ഇവന് മനസ്സിലാവും, എന്തൊരു ചിന്തിക്കണേന്ന് എനിക്ക് മനസ്സിലാവും. ഒറ്റയ്ക്ക് ഇരുന്ന് വിളിച്ചാൽ നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും പറയാം. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഞങ്ങള് കേരള വേഴ്സസ് ഔട്ട്സൈഡ് കേരള തുടങ്ങിയത്. ഇപ്പൊ അമേരിക്ക യുദ്ധം വരെ എത്തി. അയ്യോ സമയം എത്രയാടാ? സെറ്റാണോ? 8:30, 8:32. അത് നോക്കി പറഞ്ഞാ പോരെന്ന. നിന്റെ കയ്യിലല്ലേ എനിക്കറിയാം, ചോദിക്കണം. അപ്പൊ we are winding our section. അതെ മറക്കണ്ട, ഇറ്റ്സ് മീ അബി, അശ്വിൻ. അയ്യോ നമ്മള് ഈ പോഡ്കാസ്റ്റ് എങ്ങനെ വേണോ വരാം, മൊത്തത്തിലും വരാം, മിക്കവാറും കട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ സെക്ഷൻ വരും. ഓരോന്നിട്ട് പിന്നെ അവസാനം ഒരു സിംഗിൾ സെക്ഷൻ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നോക്കണത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചങ്ങ് ഇടാം. എനിക്ക് നല്ല വിശക്കാണ്. ഉച്ചയ്ക്ക് കഴിച്ച് ഇപ്പൊ ഒരു 8:30, 9 മണി അടുപ്പിച്ചായി. ഇനി വേണം ജിമ്മിൽ പോകാനും. ജിമ്മിൽ പോകണം. 20 ജിമ്മുണ്ടല്ലോ, ജിമ്മിൽ പോകണം. രാവിലെ നാട്ടിൽ പോകണം. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇതില് കുഴപ്പമില്ല. ആൻഡ് നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കാപ്പിക്കൂട്ടം എന്നാണ് ഈ പോഡ്കാസ്റ്റിന്റെ പേര്. ഇന്ന് കാപ്പി ഇല്ല. നമ്മൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു കണ്ടന്റും നമ്മള് എന്റെ റൂം ഓൾറെഡി വൃത്തി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളൊരു അപ്പുറത്തെ റൂമിൽ നമ്മൾ സോഫ ഇട്ടാണ് എടുത്തോണ്ടിരുന്നത്. മറ്റേ ചെറിയ കട്ടിൽ അല്ല, ആദ്യം കട്ടിലിട്ട പിന്നെ ഒരിക്കൽ സോഫ രണ്ടാമത്തെ പോഡ്കാസ്റ്റിൽ സോഫ ഇട്ടെടുത്ത് അങ്ങനെ ചെയ്തോണ്ടിരുന്ന. പിന്നെ ഞങ്ങള്
ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കാരണം ഇവിടെ ലൈറ്റിംഗ് ഒന്നും അത്ര കറക്റ്റ് അല്ല. അങ്ങനത്തെ കുറച്ച് രണ്ട് LED ലൈറ്റ് അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരെണ്ണം അത് നോക്കണം. നീ വന്നിട്ട് വേണം. DSLR RGB എന്തോ അയച്ചിട് ബൾബല്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോസ്റ്റർ സെറ്റ് ചെയ്യണം. അത് പക്ഷെ ഇവിടെ ഈ ജനൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ സൈഡിലോട്ട് അങ്ങനെയാണ്, ഈ സൈഡിലോട്ടോ ആ സൈഡിലോട്ടോ എല്ലാം ആക്കണം. ഇവിടെ കുറച്ച് ഫ്രെയിം ഒക്കെ ഇരിപ്പുണ്ട് പോർഷെ അങ്ങനെ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോ ഇവൻ തിരിച്ച് നാട്ടിലോട്ട് തന്നെ വരും. അപ്പൊ പിന്നെ നമുക്കൊന്ന് വിശദീകരിച്ചൊരു സാധനമുണ്ട് അങ്ങോട്ട്. വേറെ കൊറേ അവിഹിതമൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട് കൊറേ ഇടത്തിട്ട്. അത് എല്ലാം ഇറക്കും, വേറെ ലെവലായിരിക്കും. ഒരു ഓഗസ്റ്റ് ടൈം കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ളൊരു ചിൽ മോഡായിരിക്കും. നോക്കട്ടെ, ജോലിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ഫുള്ളൊരു ചിൽ മോഡ് നമ്മൾ സെറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിവിടെ ഗസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വരാം, കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഒന്നുമില്ല, എന്നെ ഊക്കിക്കൊന്നാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഓക്കെ നമുക്കിവിടെ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരാള് വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരായാലും വന്നോ. വൈകിട്ട് ഒരു 6 മണിക്ക് തുടങ്ങി ഒരു 8 മണി വരെ 2 മണിക്കൂർ നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാം, ഒരു കുഴപ്പമില്ല. എന്റെ വീടെന്ന് പറയുന്ന ഒരു വഴിയമ്പലമാണ്. പ്രത്യേകിച്ച് അത് ഞാനാണ് കൂടുതൽ എല്ലാരും എന്റെ പഠിച്ചിട്ടുള്ള എല്ലാണും ഇത് തന്നെ. എന്റെ വീടെന്ന് പറയുന്ന വഴിയമ്പലം ഇവന്മാർക്കറിയാം. എന്നുവെച്ചാൽ ഞാൻ ഇല്ലെങ്കിലും ഇവന്മാരാരെങ്കിലും കാണും. ഒരു ദിവസം ഞാൻ ജോലിക്ക് നിന്നിട്ട് വിളിക്കണേ, ഹലോ എവിടാ, വീട്ടില്, ആരെ വീട്ടില്, നിന്റെ വീട്ടില്. ഞാൻ എന്റെ വീട്ടിലാ, എന്റെ വീട്ടിലാ, എന്റെ വീട്ടിൽ ഞാൻ പോലും ഇല്ല. നീ പണിക്ക് വരുന്നേ, എന്റെ വീട്ടിൽ ഞാൻ പോലും ഇല്ല, അവിടെ ഇവൻ വന്നിരിക്കണം. ഞാൻ ചേട്ടാ എന്റെ വീട്ടിൽ ഞാൻ ഇല്ലല്ല, നീ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് മാത്രം പ്രശ്നമല്ല, എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഉണ്ട് ഇതേപോലെ. ഒരുത്തന്റെ വീടെന്ന് പറയുന്നത് അവന്റെ വഴിയമ്പലമായിരിക്കും. പക്ഷെ ഞങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ എല്ലാവരുടെ വീടും വഴിയമ്പലമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാവരുടെ വീട്ടിലും കാണും. അങ്ങനെ ഒരു കാര്യം. ഓക്കെ, ഇവിടെ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യം, ഞാൻ ഇവിടെ വേറെ കുറെയൊക്കെ സംസാരിക്കണം വിചാരിച്ചു. പക്ഷെ അത് സംസാരിച്ച് ഇന്നൊന്നും തീരൂല, നമ്മളെ ബാക്കി പരിപാടികളൊന്നും നടക്കത്തില്ല. ഒന്നതേ നൈറ്റായി. ഞാൻ ഓർത്തില്ല, ഞാൻ ഇപ്പോഴാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ചെയ്യായിരുന്നു. ഇത് വൈകിട്ട് നേരത്തെ വിളിച്ച് പെട്ടെന്നുണ്ട്. ഞാൻ ബൈക്ക് വന്നോണ്ടെന്ന് വെച്ചാൽ മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോ നാളെ ഇവൻ പോവും. ഞാൻ രാവിലെ ഇവിടെ കാണത്തില്ല, ഞാൻ നാട്ടിൽ പോണ്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയപ്പോ ഞാൻ വിളിച്ചു, ഓക്കെ ഇന്നൊരു ദിവസം ഉണ്ടല്ലോ, ടൈം കുറച്ചുണ്ടല്ലോ, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കിട്ടിയാൽ മതി, പോഡ്കാസ്റ്റ് ചെയ്യാം. കിട്ടുന്ന കണ്ടന്റ് മതി, നമുക്ക് കിട്ടുന്ന എപ്പിസോഡ്സ് ഓട്ടിക്കാം എന്നുള്ള രീതിയിൽ ഇരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് അടുത്ത എന്ന് വരും? അടുത്തത് ഇനി ഏപ്രിൽ മെയ് ജൂണൊക്കെ ആവില്ലേ? ഓക്കെ, ആ ടൈമൊക്കെ എങ്കിലും ആവും. നമുക്ക് അതുവരെ എന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെ ആര് വേണം കണ്ടിട്ട് അവിടെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പോഡ്കാസ്റ്റിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിൽ താഴെ കമന്റ് ഇട്ടാലും മതി. കമന്റ് ഇട്ടാൽ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റും. എന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നമ്മളെ ചാനലിന്റെ ബയോയില് കിടപ്പുണ്ട് ഇൻസ്റ്റ ഐ ഡി, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നോക്കുക, അതിന്റെ ഡിസ്ക്രിപ്ഷന്റെ അടിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പം ഇനി അതല്ല, ഇനി ഇവന് നേരിട്ടറിയാമെങ്കിൽ ഇവന്റെ അക്കൗണ്ടിൽ അയച്ചാലും മതി, ഇല്ലെങ്കിൽ വേറെ കുഴപ്പമില്ല. ഇപ്പൊ ബ്ലോഗിൽ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്കത് ചെയ്യാം. നമുക്കുള്ള ടൈം വെച്ച്, അതായത് ഞാൻ ഒരു 5 മണി, വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. വർക്കിംഗ് ഡേയ്സിൽ വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. സൺഡേ ആണെങ്കിൽ ഫുൾ ഫ്രീ ആണ്, ഒരു കുഴപ്പമില്ല. എപ്പോഴാണോ വിളിച്ചോ,
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ പറ, നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ടാറ്റാ ഗൈസ്, ലവ് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ലൈക്ക് ബൈ.